അതേ വരുന്നു നമ്മുടെ ഹീറോ. ഒരു കാര്യം ഞാൻ കേറിയപ്പോ പറഞ്ഞതുപോലെ തന്നെ നീ കാര്യം പറടാ കുട്ടാ. അച്ചമില്ലേ അച്ചമില്ലേ അച്ചം എൻപതില്ലയേ, ഇച്ച കൊണ്ട പോരിലെല്ലാം തോറ്റു വിട്ട പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചം എൻപതില്ലയേ. അതെന്താ പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം. ഞാൻ സിജോയെ എന്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട, ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. അമ്മാവൻ അത്രയ്ക്ക് ശക്തനാണോ? കൊള്ളാം. ഒരു 10 പേര് ഒരുമിച്ചിടാങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്, അമ്മാവനുള്ളത് ഒറ്റ അഭ്യാസം ഈ ലോകത്തില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയ സാറേ കാണിക്കുന്നത്? ചിരിക്കുന്നു. ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട കേട്ടല്ലോ. റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. സഹിക്കാനായില്ല. സാരല്ല, ആശ്വസിക്കുക. അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. വേണ്ട, തെറ്റ് എന്റെയും കൂടെ. ഇങ്ങനെയൊക്കെ ആവുന്ന ഞാനും കരുതിയില്ല. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. ഓക്കെ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, ഓക്കേ. സ്നേഹം തൊട്ട് തൊട്ട് തരുമോ